കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണത്തെക്കാൾ ദുരന്ത ലഘൂകരണത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് സ്പീക്കർ എം ഷംസീർ അഭിപ്രായപ്പെട്ടു. സമാനതകളില്ലാത്ത ദുരന്തമാണ് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായത്. കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കി എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ് വേണ്ടത്. കേരളം പോലൊരു സംസ്ഥാനത്തെ ഒരു മഹാദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തിലെ ജനങ്ങളെ സഹായിക്കേണ്ട ബാധ്യത ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റില്ലേ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പൗരനാണ് ഞാൻ. ഈ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റിന്റെ പേരിൽ കാര്യം പറഞ്ഞ് സംസ്ഥാനത്തിന് നൽകേണ്ട സഹായം നൽകണ്ടേ? ഇതിങ്ങനെ ഉരുട്ടേണ്ട കാര്യമുണ്ടോ? ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. സ്പീക്കർ എം ഷംസീർ ശ്രേയാംസ് കുമാറിന് ഉപഹാരം നൽകി. ദുരന്ത ലഘൂകരണത്തിനായി കർശന നിലപാടെടുക്കാൻ എത്ര രാഷ്ട്രീയ നേതാക്കൾക്ക് ധൈര്യമുണ്ടാകുമെന്ന് ശ്രേയാംസ് കുമാർ ചോദിച്ചു. എൻ്റെ ഒരൊറ്റ ചോദ്യം, ഡിസാസ്റ്റർ മിറ്റിഗേഷൻ നമ്മൾ കൃത്യമായി നടത്തണമെന്ന് വെച്ചാൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എത്ര രാഷ്ട്രീയ പാർട്ടികൾക്ക്, എത്ര രാഷ്ട്രീയ നേതാക്കൾക്ക് അതിനുള്ള ധൈര്യമുണ്ട്? ഇവിടെ ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നു. ആ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് പല രീതിയിലുള്ള അഭിപ്രായങ്ങളുമുണ്ട്. പക്ഷെ അതിൻ്റെ കാതൽ തള്ളിക്കളയാൻ സാധിക്കില്ല. അതിൻ്റെ ഭാഗം ഞാനന്നിവിടെ കൽപ്പറ്റ MLA ശ്രദ്ധിക്കാം. അപ്പം എന്നോട് ചോദിച്ചത്, നിങ്ങൾക്ക് വോട്ട് ചെയ്ത ജനങ്ങളാണ്, മരങ്ങളല്ല എന്നുള്ളതാണ്. ഞാൻ നൽകിയ മറുപടി ജനങ്ങൾക്ക് ശ്വാസം വലിക്കണമെങ്കിൽ മരം വേണമെന്നുള്ളതാണ്. ദുരന്തത്തിന് ശേഷവും വയനാട് സുരക്ഷിതമാണെന്ന് ലോകത്തെ അറിയിക്കാനും വികസന സാധ്യതകൾ ചർച്ച ചെയ്യാനുമാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, CPI നേതാവ് ആനി രാജ, T സിദ്ദിഖ് MLA തുടങ്ങിയവർ കോൺക്ലേവിൽ സംസാരിച്ചു. മാതൃഭൂമി ന്യൂസ്, വയനാട്.